കവടിയാറിൽ വിജയം ഉറപ്പിച്ചു ശബരിനാഥ് കൺഗ്രാറ്റുലേഷൻസ്. കവടിയാറിൽ ശബരിനാഥ് വിജയിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. കവടിയാറിൽ അങ്ങനെ ശബരിനാഥ് വിജയം ഉറപ്പിച്ചിരിക്കുന്നു. കൊച്ചി കോർപ്പറേഷൻ UDF പിടിച്ചെടുത്തിരിക്കുന്നു. വിജയം ഉറപ്പിച്ചു എന്നുള്ളത് പ്രഖ്യാപിക്കാൻ സമയമായി. കൊച്ചി UDF-ന് കണ്ണൂരും കൊച്ചിയും ഉറപ്പിക്കാം. കവടിയാറിൽ രണ്ടാമത് BJP എത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കൊച്ചി കോർപ്പറേഷൻ UDF പിടിച്ചിരിക്കുന്നു. കൊച്ചി കോർപ്പറേഷൻ UDF-ന്, കൊച്ചി കോർപ്പറേഷൻ LDF-ന് ഭരണം നഷ്ടപ്പെട്ടു. ആദ്യം ഭരണം നഷ്ടപ്പെട്ട കോർപ്പറേഷനായി കൊച്ചി കോർപ്പറേഷൻ. രണ്ടാമത് ഭരണം നഷ്ടപ്പെടുന്ന കോർപ്പറേഷൻ ആവുന്നു തൃശൂർ. മൂന്നാമത് ഭരണം നഷ്ടപ്പെടുന്ന കോർപ്പറേഷൻ ആവുന്നു കൊല്ലം. നാലാമത് ഭരണം നഷ്ടപ്പെടുന്ന കോർപ്പറേഷൻ ആവുന്നു തിരുവനന്തപുരം. അഞ്ചാമത് കോർപ്പറേഷൻ നഷ്ടപ്പെടുന്ന ഒരു ഭരണം നഷ്ടപ്പെടുന്ന കോർപ്പറേഷൻ ആകുമോ കോഴിക്കോട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട. ആകെ കനൽ ഒരു തരിയേ ഉള്ളൂ. ഇതെങ്ങനെ സഹിക്കും? കോഴിക്കോട് 24-21 BJP NDA. കവടിയാറിൽ 32 പോസ്റ്റൽ വോട്ടുകൾ മാത്രമേ എണ്ണാനുള്ളൂ. പക്ഷേ ശബരിനാഥ് വിജയം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. കവടിയാറിൽ ശബരിനാഥിന് തൊട്ടു പിന്നിലുള്ളത് BJP ആണ്. നേരിയ വിജയമാണ്. 69 വോട്ടായിരുന്നു പോസ്റ്റൽ വോട്ട് ബാലറ്റ് എണ്ണുന്നതിന് മുമ്പുള്ള ശബരിനാഥ് ബാലറ്റ് കൂടി എണ്ണുമ്പോൾ ഒരു പക്ഷേ 100 അടുത്തേക്ക് വന്നേക്കാം. സാധ്യത വളരെ കുറവാണ്. എന്നാൽ പോലും പക്ഷേ എങ്കിലും ശബരിനാഥിന്റെ വിജയം തിളക്കമേറിയ വിജയമാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരം മണ്ഡലത്തിൽ ശബരിനാഥിന്റെ തിരുവനന്തപുരത്ത് ഒരു സീറ്റിൽ ഇപ്പോൾ LDF കയറുന്നുണ്ട്. 17 ഉയർന്നിട്ടുണ്ട്. NDA 27 താഴ്ന്നിട്ടുണ്ട്. തിരുവനന്തപുരമാണ് എല്ലാവരുടെയും കണ്ണുകളുള്ളത്. കോർപ്പറേഷനുകളിലേക്കാണ്. ഗ്രാമപഞ്ചായത്തുകളിലും തേരോട്ടമാണ്. ജില്ലാ പഞ്ചായത്തുകളിലും UDF-ന്റെ തേരോട്ടമാണ്. കഴിഞ്ഞ തവണ LDF-നോടൊപ്പം ഉണ്ടായിരുന്നത് ജില്ലാ പഞ്ചായത്തുകൾ UDF-നോടൊപ്പം പോകുന്നു. ഗ്രാമപഞ്ചായത്തുകൾ അടിവേരിളക്കിക്കൊണ്ട് UDF-ന്റെ കരുത്ത് തെളിയിക്കുകയാണ്. UDF വലിയ തിരിച്ചുവരവിന്റെ ലക്ഷണം കാണിക്കുന്നു പലയിടങ്ങളിലും. തത്സമയ വിവരങ്ങളാണ് നമുക്ക് ഫീൽഡിൽ. അതുപോലെ ഇടുക്കിയിൽ വാഷ് ഔട്ട് ആണ് LDF. അവിടെയും അട്ടിമറി നടന്നിരിക്കുന്നു. ജില്ലാ പഞ്ചായത്തിൽ ആധികാരികമായ ജയം UDF-ന്. 15-2 UDF-ന്റെ വിജയം. പ്രിയപ്പെട്ടവരെ, കണ്ണൂർ കോർപ്പറേഷന്റെ കണക്കൊരിക്കൽ കൂടി പറയാം. കണ്ണൂർ കോർപ്പറേഷൻ UDF പിടിച്ചിരിക്കുന്നു. UDF 28 ഇടങ്ങളിൽ നിലനിർത്തുന്നു. LDF 11 ഇടങ്ങളിൽ നിലനിർത്തിയിരിക്കുന്നു. കണ്ണൂർ കോർപ്പറേഷൻ UDF തന്നെ നിലനിർത്തുന്നു. 28 ഇടങ്ങളിൽ UDF, 11 ഇടങ്ങളിൽ LDF, 4 ഇടങ്ങളിൽ BJP. ശ്രദ്ധിക്കുക, കണ്ണൂരിൽ 4 ഇടങ്ങളിൽ കോർപ്പറേഷനിൽ BJP. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിൽ LDF 12 ഇടങ്ങളിലും 8 ഇടങ്ങളിൽ UDF-ഉം ഒരിടത്ത് NDA-യും ലീഡ് ചെയ്യുന്നു. ജില്ലാ പഞ്ചായത്തുകളുടെ കാര്യത്തിലും കഴിഞ്ഞ തവണത്തേക്കാൾ നില മെച്ചപ്പെടുത്തുകയാണ് UDF. ഗ്രാമപഞ്ചായത്തുകളിലാണ് അവിശ്വസനീയമായ വിജയം UDF ഇപ്പോൾ സ്വന്തമാക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷനിൽ അട്ടിമറി വിജയം സംഭവിച്ചിരിക്കുകയാണ്. LDF-ന്റെ മേയർ സ്ഥാനാർത്ഥി CP മുസാഫിർ അഹമ്മദ് തോറ്റിരിക്കുന്നു. മീൻചന്ത വാർഡിൽ LDF-ന്റെ മേയർ സ്ഥാനാർത്ഥി തോറ്റു. കോൺഗ്രസിന്റെ SK അബൂബക്കർ നിലവിലെ ഡെപ്യൂട്ടി മേയറാണ് മുസാഫിർ അഹമ്മദ് തോറ്റു. CP മുസാഫിർ അഹമ്മദ് തോറ്റു. കോഴിക്കോട്ടും എന്താണ് സംഭവിക്കുന്നത്? വൻ തിരിച്ചടിയാണ്. LDF-ന് വലിയ തിരിച്ചടി. സംസ്ഥാനത്തുടനീളം ദേശപ്പൂരിൽ LDF-ന് വലിയ തിരിച്ചടി. പള്ളിക്കത്തോട് BJP-ക്ക് തിരിച്ചടി. പഞ്ചായത്ത് ഭരണം നഷ്ടം. പള്ളിക്കത്തോടിലുണ്ടായിരുന്ന BJP ഭരണം നഷ്ടപ്പെട്ടവിടെ UDF തിരിച്ചു വരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ UDF നില മെച്ചപ്പെടുത്തുന്നു. UDF 13, LDF 16, NDA 28. തിരുവനന്തപുരം കോർപ്പറേഷനിൽ NDA അതേ നിലയിൽ തന്നെ തുടരുന്നു. പ്രേക്ഷകരെ, ആ ടാലി നിങ്ങളൊന്ന് നോക്കൂ. ജില്ലാ പഞ്ചായത്തിന്റെ ടാലിയിൽ പോലും ഞെട്ടിക്കുന്ന കണക്കുകളാണ് പ്രേക്ഷകർ കാണുന്നത്. അവിടെ UDF-ന്റെ കോളം പ്രേക്ഷകർക്ക് കാണാം. UDF-ന്റെ കോളത്തിലുടനീളം ഒരു തരംഗത്തിന്റെ കണക്കുകളാണ് പ്രേക്ഷകർ വായിച്ചെടുക്കാൻ കഴിയുന്നത്. കേരളം ആകെയുള്ള കോർപ്പറേഷനിൽ 4 ഇടങ്ങളിൽ UDF ലീഡ് ചെയ്യുന്നു. ഒരിടത്ത് നേരിയ ഭൂരിപക്ഷം, അതായത് കോഴിക്കോട്, ഒരിടത്ത് NDA. തിരുവനന്തപുരം മുനിസിപ്പാലിറ്റിയിൽ വലിയ മുന്നേറ്റമാണ് UDF ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്തുകളിലും വലിയ തരംഗമാണ് UDF-ന്റേത്. തദ്ദേശത്തിൽ UDF തരംഗമെന്നു തന്നെ നിസ്സംശയം നമുക്ക് പറയാം. LDF-ന്റെ നില പരിങ്ങലിലാവുന്നു. 2020-ലെ വിജയത്തിന്റെ 7 അയലത്തെത്താൻ LDF-ന് സാധിക്കുന്നില്ല. ഭരണവിരുദ്ധ വികാരമോ സ്വർണ്ണപ്പാളിയിൽ പാളിയോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ശബരിമല സ്വർണ്ണക്കൊള്ള തിരിച്ചടിച്ചു എന്ന മട്ടിലാണ് ഇപ്പോൾ ജനങ്ങൾ വിധി എഴുതിക്കൊണ്ടിരിക്കുന്നത്. പത്തനംതിട്ട അടൂർ നഗരസഭയിൽ 10 സീറ്റിൽ LDF ജയിച്ചു. 7 സീറ്റിൽ UDF ജയിച്ചു. 3 സീറ്റിൽ NDA-യും ജയിച്ചു.